ഫോർ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ. ഇന്ത്യ പുതിയൊരു യുഗത്തിലേക്ക്. ആദ്യമേ തന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന സതി എന്ന ഒരു ദുരാചാരത്തെക്കുറിച്ചുള്ള ഒരു ഡയറി കുറിപ്പാണ് ആദ്യമേ തന്നെ നമുക്കിവിടെ വായിക്കാനുള്ളത്. അപ്പോൾ ഈ ഡയറി കുറിപ്പിൽ പറയുന്നത് വെച്ചാൽ ഒരു ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവം സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം 100 കണക്കിന് ആൾക്കാരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കല്യാണ മണ്ഡപത്തിൽ കയറുന്നത് പോലെ ആഭരണങ്ങളും നല്ല പുതിയ സാരിയുമെല്ലാം ധരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു വേൾഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം 10 വയസ്സിന് മേലെ പോലും ഈ പെൺകുട്ടിക്ക് ആയിട്ടില്ല. എന്നാൽ ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം വെന്തുരുകയാണ് ഈ പെണ്ണ്. അപ്പം അതാണ് നമുക്കിവിടെ ആദ്യമേ പഠിക്കാനുള്ളത്. It was AD 1612 to 16, a day in Surat. A Baniya man was dead. The body is being carried away for cremation to the burial ground. Hundreds of people accompany the funeral procession. Wife of the deceased is accompanied by relatives and maids. She has put on new clothes and ornaments as if she is about to enter the bridal chamber. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. She is going to accompany her husband to the other world. That was the belief. Firewood is placed around her. Ghee, oil, and perfumes are showered over her, and the pyre is lit. She was not more than 10 years old and had not even lived with her husband. Still, she as a wife was burned alive in the pyre. Source: William Foster, CIE, Early Travels in India, 1583 to 16. This is a description on Sati, an evil practice that prevailed in India. ഇവിടെ തന്നിരിക്കുന്നത് സതി എന്ന ഒരു ദുരാചാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന സതി എന്നൊരു ദുരാചാരത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പായിരുന്നു ഇവിടെ നമുക്ക് തന്നിരുന്നത്. Several such social evils and practices prevailed in India. ഇതുപോലെയുള്ള മറ്റു ദുരാചാരങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. Can you name some of them? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ സതി എന്ന ദുരാചാരം പോലുള്ള നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റ് ദുരാചാരങ്ങളുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, സ്ലേവറി. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹം. ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, വിധവ വിവാഹ നിഷേധം, ഹ്യൂമൻ സാക്രിഫൈസ് നരബലി, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ഹത്യ, സ്ലേവറി അടിമത്തം. ചൈൽഡ് മാരേജ് ശൈശവ വിവാഹം, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ് വിധവ വിവാഹ നിഷേധം, ഹ്യൂമൻ സാക്രിഫൈസ് നരബലി, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് പെൺശിശു ഹത്യ, സ്ലേവറി അടിമത്തം. ഇതൊക്കെയായിരുന്നു സതി പോലുള്ള നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റു ദുരാചാരങ്ങൾ. Several reform movements came up in the 19th century to fight against these evil practices. 19-ാം നൂറ്റാണ്ടായപ്പോൾ ഈ ദുരാചാരങ്ങൾക്കെതിരെ, ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ദുരാചാരങ്ങൾക്കെതിരെ കുറേ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ മലയാളമാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. Several reform movements came up in 19th century to fight against these evil practices. ഈ എല്ലാ ദുരാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ വേണ്ടി കുറേ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ 19-ാം നൂറ്റാണ്ടായപ്പോൾ ഉയർന്നു വന്നു. Social consciousness that developed due to English education and rational thinking led to these reform movements. Against the evil customs and superstitions, freedom of women, spread of education, and the sense of pride among Indian culture were the common features of these movements. അപ്പോൾ
ഈ അനാചാരങ്ങളും ദുരനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പ്, ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തോടുള്ള അഭിമാനബോധം, ഇതെല്ലാമായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ എല്ലാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഒരു പൊതു സ്വഭാവം. Let us familiarize with the important reform movements and leaders who initiated them. ഇപ്പോൾ ഈ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളുടെയും അവർ തുടക്കം കുറിച്ച ഓരോ പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ്. Mohan Roy, who gained Western education, strongly condemned evil practices like sati and child marriage. His campaign against sati persuaded Lord William Bentinck to abolish sati. He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same. He strongly believed the caste system to be the major source of disparity in Indian society. He is known as father of Indian Renaissance. Mohan Roy, who gained Western education, strongly condemned evil practices like sati and child marriage that prevailed in India. ഇപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതിയും ചൈൽഡ് മാരേജിനുമെതിരെയായിരുന്നു രാജാറാം മോഹൻ റോയ് പ്രതിഷേധിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ ഒരു വ്യക്തിയാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ his campaign against sati persuaded Lord William Bentinck, the British Governor General, to abolish. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെറ്റ്നിക്കാണ് സതി നിരോധിച്ചത്. അപ്പോൾ ആരാ സതി നിരോധിച്ചത്? രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെറ്റ്നിക്കാണ് സതി നിരോധിച്ചത്. He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഇദ്ദേഹം കണ്ടുപിടിച്ച് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബ്രഹ്മസമാജ്. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബ്രഹ്മസമാജ്. മലയാളത്തിൽ ബ്രഹ്മസമാജം, ഇംഗ്ലീഷിൽ ബ്രഹ്മസമാജ്. അപ്പോൾ ഈ ബ്രഹ്മസമാജിൻ്റെ അടിസ്ഥാനപരമായി ഇദ്ദേഹം പറഞ്ഞിരുന്നത് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു പൊതു സന്ദേശമാണ് ഇദ്ദേഹം എല്ലാത്തിനും അടിസ്ഥാനമായി കൊടുത്ത ഒരു സന്ദേശം. എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള സന്ദേശം. He strongly believed caste system to be the major source of disparity in Indian society. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഐക്യം നിലനിൽക്കാത്തതിന് കാരണം ജാതി സമ്പ്രദായമാണെന്നാണ് രാജാറാം മോഹൻ റോയ് വിശ്വസിച്ചിരുന്നത്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജാതി സമ്പ്രദായം. അപ്പോൾ ജാതി സമ്പ്രദായം മൂലമാണ് ഇന്ത്യക്കാർക്കിടയിൽ ഐക്യമില്ലാത്തതെന്നാണ് രാജാറാം മോഹൻ റോയ് വിശ്വസിച്ചിരുന്നത്. He is known as the father of Indian Renaissance. അപ്പോൾ ഇദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു Petrarch is known as the father of Renaissance. Who is known as father of Renaissance? Petrarch ആണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നവോത്ഥാനത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് രാജാറാം മോഹൻ റോയ് നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്.
ഇപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് ആരാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. ഹു ഇസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? രാജാറാം മോഹൻ റോയ്. ഹു ഇസ് നോൺ ആസ് ഫാദർ ഓഫ് റിനൈസൻസ്? പെട്രാക്ക്. ഇപ്പോൾ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി. Swami Dayananda Saraswati was the leader of Indian Renaissance who attacked caste system and condemned idol worship. To disseminate his ideology, he founded Arya Samaj. He gave the call, "Go back to Vedas." Dayananda Saraswati was the leader of Indian Renaissance who attacked caste system and condemned idol worship. ഇപ്പോൾ ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാനത്തിൻ്റെ നേതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ട് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടമെൻഡ് ഐഡൽ വർഷിപ്പ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത ഒരു നവോത്ഥാന നേതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. To disseminate his ideology, he founded Arya Samaj. ഇപ്പോൾ നമ്മൾ നേരത്തെ രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ാണ് ബ്രഹ്മ സമാജ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ആര്യ സമാജ്. രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ്. അപ്പോൾ അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. എന്തിനു രൂപീകരിച്ചു? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ. ഹി ഗേവ് ദ കോൾ, "ഗോ ബാക്ക് ടു വേദാസ്." അപ്പോൾ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന അദ്ദേഹമാണ് ആഹ്വാനം ചെയ്തത്. ഹി ഗേവ് ദ കോൾ, "ഗോ ബാക്ക് ടു വേദാസ്." അടുത്തത് ജ്യോതിറാവോ ഫൂലെ. ജ്യോതിറാവോ ഫൂലെ condemned caste system and promoted widow remarriage. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. For these purposes, he founded the Satyashodak Samaj. Jyotirao Phule condemned caste system and promoted widow remarriage. ഇപ്പോൾ ജ്യോതിറാവോ ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തിരുന്നു. കണ്ടമെൻഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർക്കുകയും പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. He argued that free and compulsory education should be provided to children up to 12 years. അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ് വാദിച്ച വ്യക്തിയാണ് ജ്യോതിറാവോ ഫൂലെ. ആൻഡ് ഗീവ് പ്രൈമറി കൺസേൺ ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദി വീക്കർ സെക്ഷൻ ആൻഡ് വുമൺ. ഇപ്പോൾ വെറുതെ സൗജന്യമായ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല അദ്ദേഹം വാദിച്ചിരുന്നത്, അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. അധസ്ഥിത വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ വീക്കർ സെക്ഷനെയും വുമണിനും വേണ്ടിയുള്ള എഡ്യൂക്കേഷനുമായിട്ടും അദ്ദേഹം വാദിച്ചിരുന്നു. For these purposes, he founded the Satyashodak Samaj. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ജ്യോതിറാവോ ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോദാക് സമാജ്.
അടുത്തത് പണ്ഡിത രാമഭായ്. പണ്ഡിത രാമഭായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വുമൺ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? പണ്ഡിത രാമഭായ്. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. അസമത്വങ്ങൾക്കെതിരെ എന്ന് വെച്ചാൽ സോഷ്യൽ ഇനീക്വാളിറ്റീസ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. പിന്നെ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പണ്ഡിത രാമഭായ് പ്രവർത്തിച്ചു. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഖാൻ led the movement for the spread of modern education among Muslims. മുസ്ലിമുകളുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മൂവ്മെൻറ്റുകൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹി എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഗാർ ആൻഡ് ദാറ്റ് ലേറ്റർ ബിക്കെയിം ദ ഫേമസ് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ മുസ്ലിമുകൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രകാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. അപ്പോൾ ഈ കോളേജാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറിയത്. വൺ ഓഫ് ഹിസ് റിമാർക്സ് ഓൺ ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സന്ദേശമാണ് ഇവിടെ തന്നിരിക്കുന്നത്. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യ പുറപ്പെടുന്ന വായുവാണ് ശ്വസിക്കുന്നത്. പിന്നെ ഗംഗയുടെയും യമുനയുടെയും ജലമാണ് കുടിക്കുന്നത്. പിന്നെ നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങൾ ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദ എയർ ഓഫ് ഇന്ത്യ, ഡ്രിങ്ക് ദ വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന. വി ബോത്ത് ഫീഡ് അപ്പോൺ ദ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ. വി ആർ ടുഗെദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ഇതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് കൊടുത്ത സന്ദേശം. അടുത്തത് സ്വാമി വിവേകാനന്ദ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ ഫോട്ട് എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഇനീക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ. ഇപ്പോൾ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. He gave emphasis to the universal brotherhood and remarked, "For our own motherland, a junction of the two great systems, Hinduism and Islam, is the only hope." അപ്പോൾ വിശ്വാസ സാഹോദര്യത്തെ ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ മുസ്ലിംസും ഹിന്ദുസത്തിൻ്റെ മലയാളമാണ് ഹൈന്ദവതയും ഇസ്ലാമികതയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. അപ്പം അതാണ് അദ്ദേഹം വിശ്വാസ സാഹോദര്യത്തെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഹി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ.
He founded the Ramakrishna Mission to propagate the teachings of his master. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. The mission established several educational institutions all over India. അപ്പോൾ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് മിക്ക സ്ഥലങ്ങളിലും ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. He played an important role in awakening the nationalistic feeling and self-respect among Indians. അപ്പോൾ ഇന്ത്യക്കാരിൽ ദേശീയബോധം എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റിക് ഫീലിംഗ്, ദേശീയബോധവും അഭിമാനവും ഉണർത്തുന്നതിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. നാഷണലിസ്റ്റിക് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ദേശീയബോധം, റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഓർഗനൈസേഷൻസ്, മേജർ ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ കോളത്തിൽ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്. നമ്മളിപ്പോൾ പഠിച്ച ലീഡേഴ്സ് ആരൊക്കെ നമ്മൾ രാജാറാം മോഹൻ റായിനെ കുറിച്ച് പഠിച്ചു, സ്വാമി ദയാനന്ദ സരസ്വതിനെ കുറിച്ച്, ജ്യോതിറാവു ഫൂലെ, പണ്ഡിത രാമഭായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദ. ഇവരൊക്കെയാണ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. പിന്നെ ഇവർ ഓരോരുത്തരും അവർ സ്ഥാപിച്ച ഓർഗനൈസേഷൻസ്. രാജാറാം മോഹൻ റായിയുടെ ഏതായിരുന്നു? ബ്രഹ്മസമാജ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ്. ജ്യോതിറാവു ഫൂലെയുടെയോ സത്യശോധക് സമാജ്. പണ്ഡിത രാമഭായ് ആര്യ മഹിളാ സഭ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഘാർ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അലിഘാർ മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഘാർ, അങ്ങനെയും എഴുതാം. സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ, ഇതൊക്കെയാണ് അവരുടെ ഓർഗനൈസേഷൻസ്. പിന്നെ ഇവർ ഓരോരുത്തരും ചെയ്ത മേജർ ആക്ടിവിറ്റീസ്. രാജാറാം മോഹൻ റായ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? കണ്ടമെൻറ്റഡ് ഈവിൽ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ്. ദയാനന്ദ സരസ്വതിയോ attacked caste system and condemned idol worship. He gave the call go back to Vedas. പിന്നെ ജ്യോതിറാവു ഫൂലെ condemned caste system, promoted widow remarriage. പിന്നെ എന്ത് ചെയ്തു? gave free and compulsory education, gave primary concern to the education of the weaker section and women. പിന്നെ പണ്ഡിത രാമഭായ് worked for removing social inequalities faced by women. പിന്നെ women's education and the empowerment of widows. പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം founded Muhammad Anglo Oriental College. Later it became the Aligarh Muslim University. പിന്നെ promoted modern education among the Muslims aimed at Hindu-Muslim unity. പിന്നെ അടുത്തത് സ്വാമി വിവേകാനന്ദൻ. ഇപ്പോൾ സ്വാമി വിവേകാനന്ദ fought against the caste inequalities, promoted education among women, പിന്നെ awake the nationality feeling and self-respect and Indians. അങ്ങനെ നിങ്ങൾക്ക് ഈ പട്ടിക പൂർത്തിയാക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോകളും ഇനി വരാൻ പോകുന്ന വീഡിയോകളും കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ കാണുക.